ഇപ്പം മഴ ഇഷ്ടം പോലെ പെയ്യുന്നുണ്ട്. മുൻകാലങ്ങളിൽ മഴയില്ല, വളരെ ചെറിയ സ്പ്രേകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് മഴ എന്ന് കാണാൻ മാത്രം. പുണ്യനബി തങ്ങളിത് പറയുമ്പോൾ മഴ കിട്ടാതെ വിഷമിക്കുന്ന മരുഭൂമിയിലെ മനുഷ്യരുടെ ദാഹജലത്തിനോടുള്ള ആർത്തി ഈ ഒരു ഹദീസിൻ്റെ ആ ഒരു വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കണം. മിൻ അൻ യുംതറു സബ്താ. എത്രയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തിസ്ഖാ നിസ്കരിച്ചത്. മസ്ജിദുൽ ഗമാമ എന്ന് പറയുന്ന പള്ളിയുണ്ട്. മദീന പള്ളിയുടെ മെഹ്റാബിലേക്ക് നിന്നാൽ ഹബീബായി തങ്ങളുടെ റൗള ഖിബലയിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വലതു ഭാഗത്തെ എൻഡിൽ മസ്ജിദുൽ ഗമാമ, അവിടെയാ ഹബീബായ നബി തങ്ങൾ പെരുന്നാൾ നിസ്കരിച്ചിരുന്നത്. മഴയ്ക്ക് വേണ്ടി നിസ്കരിച്ചിരുന്ന സ്ഥലമാണത്. ഇസ്തിസ്ഖാ നിസ്കാരം നടത്തിയ സ്ഥലമാണ് മസ്ജിദുൽ ഗമാമ. ഇന്നവിടെ കാണാൻ പറ്റും. അതിനിപ്പുറത്ത് സ്വഹാബിമാർ മസ്ജിദ് അബീബക്കരും മസ്ജിദ് ഉമർ മസ്ജിദ് ബിലാൽ മസ്ജിദ് അലിയിൻ, ഒരുപാട് മസാജിദുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇന്നക്കും ശകൗതും ജദ്ബദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനി. ഹബീബായ നബി തങ്ങൾ മഴയെ തേടി നിസ്കരിക്കുമ്പോൾ ഖുതുബ നിർവഹിക്കുകയാണ്. സ്വഹാബികളെ, ഇന്നക്കും ശകൗതും, നിങ്ങൾ പരാതി പറയുകയായിരുന്നുവല്ലേ, ജദ്ബദിയാരിക്കും വസ്തിഖാറൽ മത്രി അൻ ഇബ്ബാനി സമാനിഹി. മഴ ലഭിക്കേണ്ട കാലത്ത് മഴ ലഭിക്കാതെ നിങ്ങളുടെ വീടുകളെല്ലാം വരണ്ടുപോയി എന്ന് നിങ്ങൾ അല്ലാഹുവിനോട് പരാതി പറയുന്നുണ്ടോ? നിങ്ങൾ തമ്മിൽ വിഷമം പറയുന്നുണ്ടല്ലേ? വഖദ് അമറകുമുല്ലാഹു അൻ തദ്ഉ. അല്ലാഹുവിനോട് ദുആ ചെയ്യണമെന്ന് അല്ലാഹു പറയുന്നു. വവഅദകും അൻ യസ്തജീബ ലക്കും. അല്ലാഹു നിങ്ങളുടെ ദുആഇന് ഉത്തരം തരാമെന്ന് അല്ലാഹു ഉറപ്പ് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ എന്ന് പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ് യഫ്അലു മാ യുരീദ്. അല്ലാഹു ഉദ്ദേശിക്കുന്നത് മുഴുവനും അല്ലാഹു ചെയ്യുന്നവനാണ്. അല്ലാഹുമ്മ അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത്. പടച്ചവനെ, മനുഷ്യനെ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് മനുഷ്യന്റെ ഉള്ളിൽ വികാരവും ചിന്തയും ഇട്ട് തന്നിട്ട് മനുഷ്യനെ ആരാധന കൊണ്ട് മലായിക്കത്തുകളെക്കാളും മലക്കുകളെക്കാളും ഉന്നതമായ ശ്രേണിയിലേക്ക് മനുഷ്യരെ ഉയർത്താൻ വേണ്ടി അല്ലാഹുവേ മനുഷ്യർക്ക് തക്ലീഫ് നൽകിയവനാണ് നീ. മനുഷ്യനോടുള്ള ആഹ്വാനം അതാണ്. ഷാഖ് ഉസ്താദോട് സംസാരിച്ചപ്പോൾ നിസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വരെയായിരുന്നു. നഫീസ ബീവി റളിയല്ലാഹു അൻഹയെക്കുറിച്ചൊക്കെ. നമ്മളിവിടെ വന്ന ദൗത്യം അതാണ്. നമ്മൾ ജോലി ചെയ്യണം, അധ്വാനിക്കണമൊക്കെ ശരിയാണ്. നമ്മുടെ ദൗത്യം എന്താ? സുജൂദിൽ കിടക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്, അല്ലാഹുവിനനുസരിക്കാനാണ്. അത് മലക്കുകൾ ഭക്ഷണവും പാനീയവും ഒന്നുമില്ലാതെ അള്ളാഹു സൃഷ്ടിച്ചയിടം മുതൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹു ഉദ്ദേശിക്കുന്ന കാലം വരെ സുജൂദിൽ കിടക്കുന്ന മലക്കുകൾ, അങ്ങനെ തന്നെ റുക്കൂഇൽ കിടക്കുന്നവർ മടി വരൂലാണ്. ഇബാദത്തിൻ്റെ ഒരു ആനന്ദം ലഭിക്കും. മുഅ്മിനീങ്ങൾ അങ്ങനെയാണ്. നമ്മുടെ വികാരത്തെ, നമ്മുടെ ചിന്തകളെ നമ്മളൊന്ന് അടക്കിപ്പിടിച്ചാൽ ഇബാദത്തിൻ്റെ മധുരമറിയാൻ കഴിയും. ആ അറിഞ്ഞപ്പോഴാണ് അരിഹ്നാ ബിഹാ യാ ബിലാൽ, ബിലാലെ വാങ്ക് വിളിച്ചുകൊണ്ട് എനിക്ക് സന്തോഷം താ, നമുക്ക് സന്തോഷം താ ബിലാലെ, ഒന്ന് ഇഖാമത്ത് കൊടുക്കൂ എന്ന് നബി തങ്ങൾ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അരിഹ്നാ ബിഹാ യാ ബിലാൽ, അത് റാഹത്താണ്, അതിലൊരു സന്തോഷമുണ്ട്, ഇബാദത്തിൻ്റെ ഒരു ആനന്ദമുണ്ട്. അത് നഫ്സിനെ നിയന്ത്രിക്കുമ്പോഴേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് വേണം സീരിയലിൻ്റെ ബാക്കി കാണാൻ. ആ നിസ്കാരത്തിലൊന്നും ആനന്ദം കിട്ടൂല. ഇത് കഴിഞ്ഞിട്ട് വേണം നേരത്തെ നിർത്തിവെച്ച സിനിമ ബാക്കി കാണാൻ. ഇത് സലാം വീട്ടിയിട്ട് വേണം ആ ക്രിക്കറ്റിൻ്റെ ബാക്കി റൺസൊക്കെ ഒന്ന് കാണാൻ. അവർക്കൊന്നും ഇത് ആനന്ദിക്കാൻ കഴിയില്ല. നമ്മുടെ ശഹ്വത്തുകളെ നിയന്ത്രിച്ചെങ്കിൽ മാത്രമേ ഇബാദത്തിൻ്റെ ആനന്ദമുണ്ടാവൂ. അല്ലെങ്കിൽ അതൊരു ഭാരമാണ്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻത്. അല്ലാഹുവേ, നീയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അധിപൻ. ആരാധനക്ക് അർഹതയുള്ളത് നീ മാത്രമാണ്. ആരാധിക്കപ്പെടുന്നത് പലതും ലോകത്തുണ്ട്. അർഹതയുണ്ടോ അവർക്ക്? മഅബൂദും ബിഹഖ്, അത് അല്ലാഹു ജല്ല ജലാലു മാത്രമാണ്. ഇസ്തിസ്ഖാഇന്റെ നിസ്കാരം നടക്കുമ്പോൾ പുണ്യനബി തങ്ങൾ പറഞ്ഞ വാക്കുകളാണിത്. അല്ലാഹുമ്മ അൻതല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അൻതൽ ഗനി വനഹ്നുൽ ഫുഖറാഉ ഇലൈക്. അല്ലാഹുവേ, നീ മുതലാളിയാണ്, നീ സമ്പന്നനാണ്, നീ എല്ലാത്തിൻ്റെയും ഖസാന നിന്റെ കരങ്ങളിലാണ്. വനഹ്നുൽ ഫുഖറാഉ ഇലൈക റബ്ബേ,
ഞങ്ങൾ നിന്നിലേക്ക് ആവശ്യക്കാരാണ്, ഞങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല റബ്ബേ, നീ പിടിച്ചു വാങ്ങിയാൽ ഒന്നുമില്ല, നീ തരുന്നതേ ഞങ്ങളുടെ കയ്യിലുള്ളൂ. അൻസിൽ അലൈനൽ ഗൈസ്, ഞങ്ങൾക്ക് മഴ തരണം, ഞങ്ങൾക്ക് മഴ തരണം. വജഅൽ മാ അൻസൽത ലനാ ഖുവതൻ വബലാഗൻ ഇലാ ഹീൻ, ആ പെയ്യുന്ന മഴ ഞങ്ങൾക്ക് കരുത്ത് നൽകണേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാനുള്ളതാകണേ, പടച്ചവനെ അത് അനുഗ്രഹമാക്കി തരേണമേ എന്ന് പറഞ്ഞ മദീനയുടെ ആകാശത്തേക്ക് കൈയുയർത്തി ഒരു വിരലുയർത്തി ഹബീബായ റസൂലുള്ളാഹി ഞങ്ങൾക്ക് ഇത് ദുആകൾ എത്രയാണ്. മഴ വേണം, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന, അല്ലാഹുമ്മ അഗ്സിന. ഹബീബിൻ്റെ മുഅ്ജിസത്തുകളിൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രയോ മഴയെക്കുറിച്ചുള്ള സന്ദർഭങ്ങൾ കാണാൻ കഴിയും. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത സ്വഹീഹൈനിൽ വന്ന ആ മഴ കിട്ടണമെന്ന് പറഞ്ഞ് നബി തങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്തതും മഴ വേണമെന്ന് പറഞ്ഞ ആ അറാബിക്ക് നബി തങ്ങൾ മറുപടിയായി പ്രാർത്ഥിച്ചു കൊടുത്തതും ചെളിയിൽ സുജൂദിൽ ചെയ്തുകൊണ്ട് മഴ പെയ്ത് ഇൻസ്റ്റൻസ് ഉത്തരം, ആപ്പിൾക്കപ്പിള ഉത്തരം കിട്ടിയ എത്രയെത്ര സംഭവങ്ങൾ. ലഹദ്ദുൻ യുഖാമു അലൽ അർളി ഖൈറുൻ ലിഅഹ്ലിഹാ മിൻ അൻ യുംതറൂ സബ്താ. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം, പടച്ചതമ്പുരാൻ ഇവിടെ നീതി നടപ്പാക്കാനാണ് മനുഷ്യരെ പറഞ്ഞയച്ചത്. അന്യായങ്ങൾ ഉണ്ടാകരുത്. ഭൂമിയിൽ മനുഷ്യൻ നീതി നടപ്പാക്കിയാലും ഇല്ലെങ്കിലും പ്രപഞ്ചത്തിൻ്റെ ഒരു സുപ്രീം കോർട്ടുണ്ട്. ആ സുപ്രീം കോർട്ട് അള്ളാഹുവിൻ്റെ മഹ്ശറയാണ്, യൗമുൽ ഹിസാബാണ്. ആ യൗമുൽ ഹിസാബിലേക്ക്, അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് മുഅ്മിനീങ്ങൾ മാറ്റിവെക്കും. അവിടുന്ന് നീതി കിട്ടാത്തൊരു വിഷയമുണ്ടാവില്ല. എത്രത്തോളം കൊമ്പുണ്ടായിരുന്ന ഒരാട് കൊമ്പില്ലാത്തൊരാടിനെ, ഒരു അജ്മാഇനെ കുത്തിയാൽ ആ അജ്മാ ആയ കൊമ്പില്ലാതിരുന്ന ആടിന് കൊമ്പ് കൊടുത്തിട്ട് കൊമ്പുണ്ടായിരുന്ന ആടിൻ്റെ കൊമ്പെടുത്ത് കളഞ്ഞിട്ട് നാളെ അള്ളാഹു പ്രതികാരം ചെയ്യാൻ പറയുമെന്നും സുമ്മ യുഖാലു ലഹാ കുനി തുറാബ, പിന്നെ അവരോട് പറയും നിങ്ങളൊക്കെ മണ്ണായി മാറിക്കോളൂ. അങ്ങനെ വരെ നാളെ നീതി നടപ്പാക്കുന്നൊരു കോടതിയുണ്ട്, അത് അള്ളാഹുവിൻ്റെ കോടതിയാണ്. ജാഹിലിയ്യ കാലം, പുണ്യനബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരായി വരുന്നതിൻ്റെ മുമ്പ് ജാഹിലിയക്കാരുടെ നീതി ഒരു പ്രത്യേകമായ സംവിധാനമായിരുന്നു. അന്ന് അവർ പറയാ, ജ്യോത്സ്യൻ എന്തു പറഞ്ഞു അതാണ് അവിടുത്തെ വിധി. ഖവാരിഖുൽ ആദാത്ത്, ഇത് മനുഷ്യർക്ക് വലിയ കൗതുകമുള്ള കാര്യമാണ്. കാരണം അത്ഭുതങ്ങൾ കാണുമ്പോൾ മനുഷ്യന്മാർ നെട്ടിത്തെരിച്ചു പോകും. അത് മാജിക്ക് ചെയ്താൽ പോലും വാവൊളിച്ച് നിൽക്കുന്നത് കാണാൻ, അത് ഇല്യൂഷനാണെന്ന് മനുഷ്യന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. അങ്ങനെയൊക്കെ ഉണ്ടാവോ? പേപ്പർ ഇങ്ങനെ എടുത്തിട്ട് ആ ഡോളറായിട്ട് മാറുന്നു. അങ്ങനെ ഡോളറാവുണ്ടെങ്കിൽ ഇയാൾ ഈ കളി കളിക്കാൻ നടക്കുമോ? ആ ഡോളർ പെരിലുണ്ടാക്കി അവിടെ ഇരുന്നാൽ പോരെ? അപ്പോൾ ഇത് കളിയാണ്, ഇത് മനുഷ്യനെ പറ്റിക്കുന്ന പരിപാടിയാണ് എന്ന് മനുഷ്യൻ ചിന്തിക്കാൻ വൈകിപ്പോകുന്നുണ്ട്. കാണുമ്പോൾ പടച്ചോനെ, പ്രാവൊക്കെ ഇങ്ങനെ പാറിപ്പോകേ, എങ്ങനെ അതൊക്കെ സംഭവിക്കണത് എന്ന്. കൺകെട്ട് വിദ്യകൾ, കാഹിനീങ്ങൾ, ജ്യോത്സ്യന്മാർ അടക്കി ഭരിച്ചിരുന്നൊരു കാലഘട്ടമായിരുന്നു അത്. നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു അന്നത്തെ ജാഹിലിയ്യ കാലപ്രകാരം, കള്ളന്മാരുണ്ടായിരുന്നു. അന്നത്തെ കാഹിനീങ്ങളിൽ യമനിലും ഖൈബറിലുമുള്ള ജ്യോത്സ്യന്മാർ പ്രശസ്തരായിരുന്നു. അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഹിന്ദ് റളിയല്ലാഹു അൻഹ അവരുടെ ഭർത്താവായിരുന്ന അബൂ സുഫിയാൻ എന്നവർ തൻ്റെ ഭാര്യയെക്കുറിച്ചൊരു സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഹിന്ദ് ബിൻത് ഉത്ബ, ഖുറൈശികളുടെ പ്രമാണിയായിരുന്ന, ഇസ്ലാമിൻ്റെ ശത്രുവായി മാറിയിരുന്ന ഉത്ബയുടെ മകൾ ഹിന്ദ്, ഉത്ബ എന്ന വാപ്പ തൻ്റെ മകൾ നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ ജ്യോത്സ്യനെ കാണാൻ വേണ്ടി യമനിലേക്ക് പോയതും അബൂ സുഫിയാൻ്റെ മുമ്പിൽ വെച്ചുകൊണ്ട് തൻ്റെ മകൾ നിരപരാധിയാണെന്ന് ജ്യോത്സ്യനെ കൊണ്ട് തെളിയിപ്പിച്ചതുമൊക്കെ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഞാനതിലേക്ക് കടക്കുന്നില്ല, ഇല്ലെങ്കിൽ നമ്മൾ ഏതോ വേദനയിലൊക്കെ ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ജ്യോത്സ്യനെ കൊണ്ട്, അന്ന് അങ്ങനെ വഹയില്ലല്ലോ, ആകാശത്ത് വഹി വരാത്ത കാലമാണ്. അപ്പോൾ ജ്യോത്സ്യം പറഞ്ഞാൽ അതാണ് അന്നത്തെ വിധി. ഖൂമി ഗൈറ സാനിയ എന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹയോട്, അന്നവർ മുസ്ലിമത്തല്ല, ഖൂമി ഗൈറ സാനിയത്തിൻ എന്ന് പറഞ്ഞ് ഹിന്ദ് റളിയല്ലാഹു അൻഹ നിരപരാധിയാണ് എന്ന് ജ്യോത്സ്യനെ കൊണ്ട് പറയിപ്പിച്ചിട്ടുണ്ട് ഉത്ബ എന്ന വാപ്പ, അഭിമാനബോധം കൊണ്ട്. ഇരിക്കട്ടെ.
അബൂ സുഫിയാൻ ആയിരുന്നില്ല അന്നത്തെ ഭർത്താവ്. അബൂ സുഫിയാൻ്റെ മുമ്പൊരു ഭർത്താവ് ഉണ്ടായിരുന്നു. ആ ഭർത്താവുള്ള കാലത്തായി സംഭവം നടന്നത്. എന്നിട്ട് പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തതാ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹുവിനെ. അന്ന് രണ്ടുപേരും ഇസ്ലാമിലായിരുന്നില്ല. പിന്നീട് രണ്ടുപേരും സ്വഹാബിയത്തുകളായി മാറുകയുണ്ടായി. നമുക്കറിയുന്ന ഒരു കൗതുകമുള്ള സംഭവമുണ്ട്. നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവര് അള്ളാഹുവിനോടൊരു ശപഥം ചെയ്തു, പടച്ചവനോടൊരു സത്യം ചെയ്തു, പടച്ചവനെ ഇൻ റസഖനി അശ്റതൻ മിനൽ ഔലാദ്, എനിക്ക് റബ്ബേ നീ 10 ആൺകുട്ടികളെ തന്നാൽ ആ 10 പേരെ കൊണ്ടും ഞാൻ സംസം കിണറൊന്ന് രണ്ടാമതൊന്ന് തുരന്നിട്ട് സംസം ഒന്ന് സജീവമാക്കുമെന്ന്. സംസം കിണർ മൂടപ്പെട്ടിരുന്നൊരു കാലഘട്ടം സംസമിൻ്റെ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം അബ്ദുൽ മുത്തലിബ് എന്നവർ അള്ളാഹുവിനോട് പറഞ്ഞൊരു വാക്കാണ്. അദ്ദേഹം ഹനീഫിയായിരുന്നു, ഏകദൈവ വിശ്വാസിയായിരുന്നു, തൗഹീദിലായിരുന്നു, അല്ലെങ്കിൽ ഫതറത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട ആളാണ്. നാജിൻ, നാളെ രക്ഷപ്പെടുന്നവരാൻ. നബി തങ്ങളുടെ ഉപ്പാപ്പമാർ മുഴുവനും അങ്ങനെയാണ് എന്നത് അല്ലാമ സുയൂത്തി തങ്ങളടക്കമുള്ള ആലിമീങ്ങൾ സമർത്ഥിച്ചിട്ടുള്ള വിഷയമാണ്. ഞാനതിലേക്ക് കിടക്കല്ല. അബ്ദുൽ മുത്തലിബ് എന്നവർ പറഞ്ഞു, പടച്ചവനെ 10 ആൺകുട്ടികളെ തന്നാൽ അതിൽ ഒരു കുട്ടിയെ ഞാൻ നിനക്ക് വേണ്ടി ദബ്ഹ് ചെയ്യും, ബലിയർപ്പണം നടത്തും. ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അറക്കാൻ കൊണ്ടുപോയ പോലെ എൻ്റെ ഒരു 10ൽപ്പെട്ട ഒരു കുട്ടിയെ ഞാൻ നിനക്ക് തരും പടച്ചവനെ. ഞാൻ ആ കുട്ടിയെ കഴുത്തറുത്തുകൊണ്ട് നിനക്ക് ബലിദാനം ചെയ്യും. ബാക്കിയുള്ള 9 ആളുകളെയും കൊണ്ട് ഞാൻ സംസം കിണർന്ന് പുനർനിർമ്മാണം നടത്തും എന്ന് ശപഥം ചെയ്തു നബി തങ്ങളുടെ വല്ലിപ്പയായിരുന്ന അബ്ദുൽ മുത്തലിബ് എന്നവർ. ഈ 10 മക്കളിൽ അവസാനം ജനിച്ച മോനാണ് അബ്ദുള്ള എന്ന നബി തങ്ങളുടെ ഉപ്പ. 10ൽ ഒരാളെ കൊടുക്കുന്ന പറഞ്ഞത്. നറുക്ക് വീണ് നോക്കുമ്പോൾ അബ്ദുല്ലാഹി തങ്ങളുടെ പേരിലാണ് നറുക്ക് വീഴുന്നത്. അപ്പോൾ അബ്ദുൽ മുത്തലിബിൻ്റെ ഉമ്മയുടെ സഹോദരന്മാർ അവർ പറഞ്ഞു, അഹ്വാലുകൾ അവർ പറഞ്ഞു, ബനു മഖ്സൂം ഗോത്രക്കാരാ, അബ്ദുൽ മുത്തലിബെ ഈ ചെയ്യുന്ന പണി ശരിയല്ല, നിങ്ങൾ മകൻ അറുക്കേ. പറഞ്ഞു, ഞാൻ സത്യം ചെയ്തു പോയില്ലേ, ഞാൻ സത്യം ചെയ്തു പോയി. നിങ്ങൾ നിൽക്കി, നമുക്കൊരു ജ്യോത്സ്യനോട് പോയി ചോദിക്കാം എന്താ ചെയ്യേണ്ടത്. അങ്ങനെ അവർ ഖൈബറിലെ ഒരു ജ്യോത്സ്യനെ കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ മക്കയിലാണ് സംഭവം നടക്കുന്നത്. മദീനയിലേക്ക് തന്നെ ഒരു 500 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. മദീനയിൽ നിന്ന് ഖൈബറിലേക്ക് വീണ്ടും ഒരു 200 കിലോമീറ്ററെങ്കിലും പോകേണ്ടി വരും, തബൂക്കിൻ്റെ ഭാഗത്തേക്ക്. ഞാൻ പോയിട്ടുണ്ട് ഖൈബറിലെ കോട്ടയൊക്കെ എപ്പോഴും അവിടെ ഉണ്ട്. ഇപ്പോൾ കുറേ വ്ളോഗർമാരൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കാണാൻ സുഖമാണ്. നമ്മൾ പോയിട്ടില്ലെങ്കിൽ നോക്കിയിട്ട് നാട്ടിൽ തന്നെ കാണാൻ പറ്റും. ഖൈബറിലെ കോട്ടകൾ പോകാനൊക്കെ എനിക്ക് 100 റിയാലൊക്കെ ഫീസ് കൊടുക്കണം. അപ്പോൾ അവരുടെ ബഗ്ഗികളിൽ വാഹനത്തിൽ കൊണ്ടുപോയി കാണിച്ചു തരും. ഖൈബർ യുദ്ധവും അവിടുത്തെ അലി റളിയല്ലാഹു അൻഹു പിടിച്ചുയർത്തിയ ആ ഒരു കോട്ടയുടെ ചരിത്രം, അതിൻ്റെ വാതിലൊക്കെ പിടിച്ച് പൊക്കിയ ചരിത്രമൊക്കെ, മുറഹിബിൻ്റെ കഥയൊക്കെ നമുക്കിങ്ങനെ ശരിക്കും ഓർത്തെടുക്കാൻ പറ്റും. ഇന്നും ആ ചരിത്രം അങ്ങനെ അവിടെ ശേഷിപ്പുണ്ട്. ഖൈബറിലെ ജ്യോത്സ്യനോട് ചെന്ന് ചോദിച്ചു, എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ മകനെ ദാനം ചെയ്യുമെന്ന് ഞാൻ അള്ളാഹുവിനോട് വാക്ക് കൊടുത്തതാണ്. ആ ദാനം നിർവഹിക്കാൻ എനിക്ക് പ്രയാസമുണ്ട്. മഖ്സൂമികളായ എൻ്റെ അമ്മാവന്മാർ പറയുന്നത് ചെയ്യരുത് 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 എന്ന് ഞാൻ എന്തു ചെയ്യണം? ഇത് ജാഹിലിയത്തിൽ നടന്നൊരു വിഷയമാണ്. അന്ന് കോടതിയില്ല. അന്നത്തെ കോടതി എന്ന് പറഞ്ഞാൽ അന്നത്തെ ജ്യോത്സ്യന്മാരാ. ജ്യോത്സ്യൻ്റെ അരികത്ത് വിഷയമെത്തിയപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു, ഖൈബറിലെ ജ്യോത്സ്യൻ, അല്ല പേരൊന്നും അറിയില്ല ചരിത്രത്തിൽ, കാഹിനു ഖൈബർ അത്രേ അറിയുള്ളൂ. അയാൾ പറഞ്ഞു, അബ്ദുൽ മുത്തലിബെ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മകനെ ആരെയും നിങ്ങൾ കൊല്ലരുത്, അബ്ദുള്ളയെ കൊല്ലരുത്. അബ്ദുള്ളാക്ക് പകരം നിങ്ങൾ 10 ഒട്ടകങ്ങളെ കൊണ്ട് നിർത്തുക. 10 ഒട്ടകങ്ങൾ നറുക്കിടുക. അബ്ദുള്ളൻ്റെ പേരിടുക. നറുക്കിൻ്റെ ഒരു ഭാഗത്ത് 10 ഒട്ടകങ്ങൾ നറുക്ക് വീണ്. ആ നറുക്ക് വീണത് അബ്ദുള്ളയുടെ പേരിലാണ് ആദ്യം വീണതെങ്കിൽ ഒരു 10 കൂടെ ആഡ് ചെയ്യുക. അങ്ങനെ 20 ഒട്ടകാക്കുക. ഒട്ടകത്തിന് വീണ് കഴിഞ്ഞാൽ ആ 20 ഒട്ടകങ്ങളെ നിങ്ങൾ ദാനം ചെയ്ത് മക്കൾക്കാർക്കൊന്നും തിന്നാൻ കൊടുത്തേക്കണം. മകനെ കൊല്ലരുത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ ഉപ്പ അബ്ദുല്ലാഹി തങ്ങളും നബി തങ്ങളുടെ വല്ലിപ്പയായ ഇസ്മായിൽ നബിയും രണ്ടുപേരും ദബീഹാൻ, അള്ളാഹുവിന് വേണ്ടി ബലിയർപ്പണത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ആളുകളായിരുന്നു എന്ന് പറയും. അത് ഇസ്മായിൽ നബി അങ്ങനെയാണ്, നബി തങ്ങളുടെ ഉപ്പയായ അബ്ദുള്ള തങ്ങളും അങ്ങനെയാണ്. ചരിത്രം ഇങ്ങനെയാണ്. 20 ഒട്ടകമായിട്ടോ. രണ്ടാമത്തെ നറുക്ക് വീണു, അബ്ദുള്ള തങ്ങളുടെ പേരിനെ വീണു.
ജ്യോത്സ്യം പറഞ്ഞു 10 ഒട്ടകങ്ങൾ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. 30 ഒട്ടകങ്ങളായി. 4ാമത്തെ തവണ നറുക്കിട്ടു. അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. 10 ഒട്ടകം കൂടെ ആഡ് ചെയ്യണം, 40ആയി. അങ്ങനെ 10 തവണ അബ്ദുള്ള തങ്ങളുടെ പേരിൽ തന്നെ നറുക്ക് വീണു. ഒട്ടകങ്ങളെ ആഡ് ചെയ്ത് 9 തവണ. ആദ്യം 10 ഒട്ടകം ഉണ്ടല്ലോ, വീണ്ടും 90 ഒട്ടകങ്ങളെ നിർത്തിയിട്ടത് 100 ഒട്ടകമായി മാറി. നറുക്കിടാൻ പറഞ്ഞു. ആ നറുക്ക് വീണത് ഒട്ടകങ്ങൾക്കാണ്. ജ്യോത്സ്യം പറഞ്ഞു 2 തവണ കൂടെ ചെയ്യണം. 2ാം തവണയും ഇട്ടു, അപ്പോഴും ഒട്ടകങ്ങൾ. 3ാം തവണയും ഒട്ടകങ്ങൾ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ അബ്ദുള്ള എന്ന മകന് പകരം ഈ 100 ഒട്ടകങ്ങളെ നിങ്ങൾ ബലിയർപ്പിക്കുക. നിങ്ങളുടെ സത്യം അതിനാൽ നിർവഹിക്കപ്പെടും. മകനറുക്കരുത്. ഇതാണ് ഒരു മനുഷ്യനെ അന്യായമായി ഒരാൾ കൊന്നാൽ ഒരു മനുഷ്യന്റെ ദിയത്ത്. ഒരു മനുഷ്യനെ കൊന്നാൽ അതിന് പകരം കൊടുക്കേണ്ട സംഖ്യ. ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം ഒരു ജീവന് പകരം കൊടുക്കണമെന്ന നിയമം ഈ സംഭവത്തിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ്. അതിനുശേഷമാണ് ഒരു മനുഷ്യനെ കൊന്നുകഴിഞ്ഞാൽ അതിന് കൊടുക്കേണ്ട പ്രായശ്ചിത്തം 100 ഒട്ടകമാണ്. അത് അബ്ദുള്ള തങ്ങളുടെ വിഷയത്തിൽ ആ ഒരു ജീവന് പകരം 100 ഒട്ടകങ്ങളെ നിർത്തിയ ഈ അബ്ദുൽ മുത്തലിബ് തങ്ങളുടെ സംഭവമാണ് ഇതിന് ആധാരം. അന്ന് ഈ ഒരു വിഷയത്തിൽ ഒട്ടകമാണെങ്കിൽ 100 ഒട്ടകം കൊടുക്കണം, സ്വർണമാണെങ്കിൽ 1000 ദീനാർ കൊടുക്കണം, വെള്ളിയാണെങ്കിൽ 12,000 വെള്ളി നാണയം കൊടുക്കണം, ദിർഹം കൊടുക്കണം. ഇങ്ങനെ 3-4 കൊടുത്താലേ ഒരു മനുഷ്യൻ്റെ ജീവനെടുത്തതിന് പ്രായശ്ചിത്തം കൊടുക്കാൻ പറ്റുള്ളൂ എന്ന നിയമം ഇസ്ലാം അംഗീകരിക്കുന്നത് ജാഹിലിയത്തിൽ അംഗീകരിച്ചു പോന്ന ഈ ഒരു സംഭവത്തെ ആസ്പദപ്പെടുത്തിയാണ്. ഞാൻ പറയുന്നത്, വിധിന്യായങ്ങൾ വിധി പറയുക എന്ന് പറയുന്നത് മനുഷ്യ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. നീതിക്ക് വേണ്ടി, അന്യായങ്ങളെ അതിജീവിക്കുവാൻ വേണ്ടി മനുഷ്യൻ നിയമ സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് മഹല്ല് ജമാഅത്തിലാവാം, ഒരു കമ്മിറ്റിയാകാം, ഒരു നോൺ ഗവൺമെൻറ് NGOകളാകാം, കോടതി സംവിധാനങ്ങളാകാം, പലതുമാകാം. നീതി മനുഷ്യന് നടപ്പാക്കപ്പെടണം. പ്രവാചകന്മാർ അതിനുവേണ്ടി വന്നവരാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെയും സുലൈമാൻ അലൈഹിസ്സലാമിൻ്റെയും സംഭവങ്ങളിലൂടെ ഖുർആൻ വിധി പറയുന്ന വിഷയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ദാവൂദ് നബിയുടെ ചരിത്രത്തിൽ തന്നെ കാണുമല്ലോ, അന്ന് ഒരു കൃഷിയിടത്തിലേക്ക് ആടുകൾ വന്ന് ആ കൃഷിയിടം നശിപ്പിച്ചു കളഞ്ഞപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം അതിന് വിധി പറഞ്ഞു. കൃഷി നശിപ്പിക്കപ്പെട്ടു. ഒരാളുടെ ആടുകളാണത് നശിപ്പിച്ചത്. ഖുർആൻ പറഞ്ഞ സംഭവമാണ് ഇത്. നഫശത് ഫീഹി ഗനമുൽ ഖൗം. അപ്പോൾ ദാവൂദ് അലൈഹിസ്സലാം വിധി പറഞ്ഞു, ആരുടെ കൃഷിയാണോ നശിച്ചത് അവര് ആടുകളെ എടുക്കുകയും 1 വർഷം ആ ആടുകളുടെ പാലും അതിൻ്റെ മറ്റനുഭവങ്ങളൊക്കെ അവർക്ക് ഉപയോഗിക്കാം. ആടിൻ്റെ ഉടമസ്ഥന്മാർ ഈ നശിപ്പിച്ച കൃഷിയിടം 1 വർഷം കൊണ്ട് റെഡിയാക്കി കൊടുക്കുകയും ചെയ്യാം. 1 വർഷം കഴിഞ്ഞാൽ ആടിൻ്റെ ആളുകൾക്ക് ആട് കിട്ടും, കൃഷിൻ്റെ ആളുകൾ കൃഷിയും കിട്ടും. സുലൈമാൻ അലൈഹിസ്സലാം ആ വിധിയിൽ ഒന്ന് ഇടപെട്ടു. ഫഫഹംനാഹ സുലൈമാൻ. പിതാവായ ദാവൂദ് നബി അലൈഹിസ്സലാമിനെക്കാളും മകനായ പിതാവായ ദാവൂദ് നബിയെക്കാളും മകനായ സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു അറിവും ജ്ഞാനവും യുക്തിയും കൂടുതൽ നൽകിയിരുന്നു എന്ന് ഖുർആൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. വാപ്പയെക്കാളും ബുദ്ധിയുള്ള മകനുണ്ടാകും, സ്വാഭാവികമാണ്. അങ്ങനെ വരാം. സുലൈമാൻ നബിയുടെ വിഷയം അങ്ങനെയാണ്. മഹാനവറുകൾ പറഞ്ഞു, കൃഷിയുടെ നഷ്ടം എത്രയാണോ ആ നഷ്ടത്തിന് തത്തുല്യമായ ആടുകളെ ഈ കൃഷിക്കാർ വാങ്ങിച്ചോട്ടെ, അത്രയേ വേണ്ടൂ എന്നല്ലാതെ ഒരു കൊല്ലം ഇവർക്ക് കൃഷിക്കാർക്ക് അവരുടെ കൃഷിയിടം മറ്റവർ റെഡിയാക്കി കൊടുക്കണം, 1 വർഷക്കാലം ഈ ആടുകളെ അവരുപയോഗിക്കണം. ഇത് പറയുമ്പോൾ അന്യായം വരും. എത്രയാണോ ഒരു ആട് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രയെന്നില്ലേ? അതെന്താ ചെയ്യുക? മേലെത്തല പോയാൽ വല്ലതും കടിച്ചു തിന്നും. അത്രയല്ലേ ആടുകൾക്ക് ചെയ്ത, ആനയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് കൃഷിയിൽ എത്രയാണോ നാശമുണ്ടായത് അത്രയേ അതിന് തത്തുല്യമായ ആടുകളെ കൃഷിക്കാർക്ക് കൊടുക്കേണ്ടി വരും. അത്ര തന്നെ. അതും നശിപ്പിച്ചത് പകലാണെങ്കിൽ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഈ കൃഷി നശിച്ചത് രാത്രിയാണെങ്കിൽ ഈ കൃഷി നശിച്ചത് പകലാണെങ്കിൽ ഇങ്ങനെ ചെയ്യണം. കാരണം പകലിൽ കൃഷിയിടങ്ങളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൃഷി ഉടമസ്ഥൻ്റെതാണ്. രാത്രി സംഭവിച്ചു എന്ന് വിചാരിക്കുക, ആ രാത്രിയുടെ വിഷയത്തിലൊന്നും പരാതി പറയാൻ പറ്റൂല. രാത്രിയല്ലേ, ആടുകൾക്കറിയോ ആരുടേത്? ആട്ടിടയന്മാർക്ക് നിയന്ത്രിക്കാൻ പറ്റുമോ രാത്രി?
പകല് സംഭവിച്ചതാണെങ്കിൽ അത് തത്തുല്യമായ ആടുകളെ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഇവരിൽ നിന്ന് അത്രേ ചെയ്യേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ് ആ വിധിയെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട് നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞൊരു ഹദീത്ത് സ്വഹീഹ് മുസ്ലിമിൽ കാണാൻ കഴിയും. അതിങ്ങനെയാണ്, 2 പെണ്ണുങ്ങൾ സുലൈമാൻ നബി അലൈഹിസ്സലാമിൻ്റെ വാപ്പയായ ദാവൂദ് നബിയുടെ മുമ്പിൽ തർക്കവുമായി വരികയാണ്. ഒരു കുട്ടി, ആ കുട്ടിയെക്കുറിച്ച് ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ 2 പെണ്ണുങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. എന്താ? രണ്ടാളും പറഞ്ഞു എൻ്റെതാ. ഹീന ഖറജതാ ലിഹാജത്തിൻ ലഹുമാ ഖാരിജൽ മദീന വമഅഹുമാ വലദാഹുമാ വഇഹ്ദാഹുമാ അക്ബറു മിനൽ ഉഖ്റാ. 2 കുട്ടികളെയും കൊണ്ട് 2 പെണ്ണുങ്ങൾ മരുഭൂമിയിലൂടെ യാത്ര പോവുകയാണ്. ഫഅദ സബ്ഉ അലാ വലദി ഇഹ്ദാഹുമാ ഫഅകലഹു. അതിൽപ്പെട്ട ഒരു കുഞ്ഞിനെ, ഒരു ഉമ്മയുടെ 2 കുഞ്ഞുങ്ങളുണ്ട് ഓരോ ഉമ്മാൻ്റെ അടുത്ത്. ഒരു ഉമ്മാൻ്റെ കുഞ്ഞിനെ ഒരു മൃഗം വന്ന് കടിച്ചു കൊണ്ടുപോയി, ചെറിയ കുഞ്ഞിനെ. ആ ഉമ്മാക്ക് കുഞ്ഞ് നഷ്ടപ്പെട്ടു. ആ ഉമ്മ പറഞ്ഞു ഈ കുഞ്ഞെൻ്റെതാ. തൻ്റെ കൂടെയുള്ള പ്രായം കുറഞ്ഞ പെണ്ണിൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് പറഞ്ഞു ഈ കുട്ടി എൻ്റെതാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? ഈ പ്രായമുള്ള പെണ്ണ്. അങ്ങനെ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മുമ്പിൽ വന്നു. രണ്ടാളും കരയാൻ തുടങ്ങി. പിന്നെ കരയാൻ വലിയ മിടുക്കുള്ള മനുഷ്യന്മാരുണ്ടാവും. ഓരോ കരച്ചിൽ കേട്ടാൽ സത്യം തന്നെ തോന്നിപ്പോവുകയും ചെയ്യും. അത് എവിടെ നിന്നാണ് ആ വെള്ളം വരുന്നത്, എവിടെ നിന്നാണ് അതൊക്കെ ഒഴുകി വരുന്നത് അള്ളാഹ്ക്ക് തന്നെ അറിയുള്ളൂ. പച്ച നുണ പറഞ്ഞിട്ടും കരയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും. അവളെ കരച്ചിൽ കേട്ടപ്പോൾ അതന്നെ സത്യാന്നങ്ങ് വിചാരിച്ചു. അത് ടീച്ചർമാരും വിചാരിക്കും, ഭർത്താവും കേട്ടാൽ വിചാരിക്കും, ഉമ്മയും വിചാരിക്കും, നാട്ടുകാരും വിചാരിക്കും. കരച്ചിൽ അങ്ങനത്തെ കരച്ചിലായിരിക്കും. ഈ പെണ്ണിങ്ങനെ കരഞ്ഞു. എന്ത് ചെയ്യാനാ? ദാവൂദ് നബി അലൈഹിസ്സലാം അതിൽ മുതിർന്ന പെണ്ണിന് ഈ കുഞ്ഞിനെ കൊടുക്കാൻ വേണ്ടി പറഞ്ഞത് ഓളതായിരിക്കും. അത്ര കരച്ചിൽ അവൾ കരഞ്ഞിട്ടുണ്ടെന്ന് അതിനർത്ഥം. പിന്നെ പെണ്ണുങ്ങളിൽ മുതിർന്നത് എന്നൊക്കെ പറഞ്ഞത് ചിലപ്പം സംഭവിക്കാൻ വലിയ പ്രയാസമാണ്. നാട്ടുകാർക്കൊക്കെ 5 കൊല്ലാവുമ്പോഴേ ഒരു പെണ്ണിന് 1 കൊല്ലാവുള്ളൂ എന്നാണ്. അപ്പോൾ ഈ മുതിർന്ന പെണ്ണാരാന്നൊക്കെ സമ്മതിക്കാനൊക്കെ ചെറിയ പ്രയാസം. ബസ്സിൽ അങ്ങനെ ഒരു ബസ്സിൻ്റെ സീറ്റ് ഒഴിവായിട്ടേ ഞാൻ ഇരിക്കാന്ന് 2 പെണ്ണുങ്ങൾ തർക്കിച്ചപ്പോൾ കണ്ടക്ടർ പറഞ്ഞത്രയെങ്കിൽ 2 മുതിർന്ന പ്രായം കൂടിയ പെണ്ണോടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആ സീറ്റ് പിന്നെ താന്നൂരെത്തണവരെ കാലിയാന്നാ, ആരും ഇരുന്നിട്ടില്ല. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതിർന്നതാരോ ആ മുതിർന്ന ആളിൽ അവളുടെ കയ്യിൽ ഈ കുഞ്ഞിനെ കൊടുത്തുകൊണ്ട് വിധി പറഞ്ഞു പോയി ദാവൂദ് നബി അലൈഹിസ്സലാം. പോകുമ്പോഴാ സുലൈമാൻ അലൈഹിസ്സലാം വഴിയിൽ വരുന്നത്. സുലൈമാൻ അലൈഹിസ്സലാം ചോദിച്ചു എന്തേ പ്രശ്നം? പറഞ്ഞു ദാവൂദിനെ പറഞ്ഞു ഇതാ ഒരു കുഞ്ഞിനെ കുറിച്ചുള്ള തർക്കമാണ്, അതാ വലിയ പെണ്ണിൻ്റെതാ, മുതിർന്നവളുടേതാ. സുലൈമാൻ നിൽക്കി അവിടെ നിൽക്കി, ഒരു കത്തി കിട്ടുമോ എന്ന് ചോദിച്ചു. ഒരു കത്തി കിട്ടുമോ? എന്തിനാന്ന് ചോദിച്ചു. ഞാൻ ഈ കുഞ്ഞിനെ 2 പകുതിയാക്കി തരാം, ഓരോ പകുതി ഓരോരുത്തർ കൊണ്ടുപോയാൽ പോരെ. ഇത് പറഞ്ഞപ്പോൾ മുതിർന്ന പെണ്ണ് മിണ്ടിയില്ല. ഇളയവളായ പെണ്ണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സുലൈമാൻ നബിയെ വേണ്ട വേണ്ട, ആ കുട്ടി അവളുടേതാണ്, എന്തിനാ കുഞ്ഞിനെ കൊല്ലുന്നത് എന്ന് പറഞ്ഞു. അപ്പം മനസ്സിലായി ഒറിജിനൽ ഉമ്മാക്കായി വേദന ഉണ്ടാവുള്ളൂ. പെട്ടെന്നാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. മറ്റേ പെണ്ണ് നാടകം കടിക്കാൻ സമയം കിട്ടിയില്ല. അപ്പോഴേക്കും സുലൈമാൻ അലൈഹിസ്സലാമിന് ബോധ്യപ്പെട്ടു ഈ കുഞ്ഞിൻ്റെ ഉമ്മ ഈ ചെറുപ്പക്കാരിയായ പെണ്ണാണ്. അങ്ങനെ ആ പെണ്ണിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്തു സയ്യിദുനാ സുലൈമാൻ അലൈഹിസ്സലാം. ഫഫഹംനഹാ സുലൈമാൻ. ചില വിഷയങ്ങളിൽ സങ്കീർണമായ വിഷയങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് സുലൈമാൻ അലൈഹിസ്സലാമിന് അള്ളാഹു നൽകിയിരുന്നുവെന്നാണ്. അങ്ങനെ ഒരു കഴിവുള്ള മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അലിയാർ തങ്ങൾ വലിയ ബുദ്ധികൂർമ്മതയുള്ള മനുഷ്യനാണ്. അസ്ഹാബു സബിയ്യ എന്ന് പറയുന്ന യമനിലെ ഒരു ചരിത്രമുണ്ട്. അസ്ഹാബു സബിയ്യ എന്ന് പറയുന്നത് യമനിലെ ഒരു കിണറുമായി ചുറ്റിപ്പറ്റി കിടക്കുന്ന ചരിത്രമാണ്. ആ കിണറ്റിൽ അന്നത്തെ ചില വളവന്മാർ ഒരു സിംഹത്തെ കൊണ്ടുപോയി പാർപ്പിച്ചു. ആ സിംഹത്തിൻ്റെ മീതെ ഒരുപാട് പുല്ല് നിറച്ചു. എന്നിട്ട് ഏതോ ഒരു സാധു മനുഷ്യൻ അതിലൂടെ നടന്നു വരുമ്പോൾ, നടന്നു വന്നതല്ല, അയാളെ പിടിച്ചു കൊണ്ടുവന്നു. നീ ഇതിലെ നടക്കണമെന്ന് പറഞ്ഞ് നാട്ടുകാർ അവരെ ആ മനുഷ്യനെ പിടിച്ച് നടത്തി. ആ മനുഷ്യൻ ഈ കിണറ്റിലേക്ക് വീണു. കിണറ്റിൽ വീണപ്പോൾ സിംഹം അതിൻ്റെ ഉള്ളിലുണ്ട്, ഈ മനുഷ്യനെ കടിച്ചു തിന്നു. ആ മനുഷ്യൻ മരിച്ചു. റസൂലുള്ളാഹി തങ്ങളുടെ പ്രശസ്തമായ ഒരു ഹദീസുണ്ട്, അൽ അജ്മാഉ ജബ്ബാർ.
അൽ അജ്മാഉ ജബ്ബാറുൻ എന്ന് പറഞ്ഞ ഹദീസ് ഈ സംഭവത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞതാ. ബുദ്ധിയില്ലാത്ത ഈ ഹിംസ്ര ജന്തുക്കൾ ജബ്ബാർ, കരുത്തുള്ള പരമാധികാരമുള്ള ഒരു രാജാവിന് ചെയ്യാൻ പറ്റുന്ന പണി, അല്ലെങ്കിൽ അത്രമേൽ ക്രൂരമായി പെരുമാറാൻ കഴിയുന്ന സാധനമാണല്ലോ ഈ മിണ്ടാപ്രാണികളായ അല്ലെങ്കിൽ ഈ മൃഗങ്ങളും ജന്തുക്കളൊക്കെ. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിനോട് വിധി പറയാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞത് ബിൽ ഖിസാസ്, ഖിസാസ് നടപ്പാക്കണം എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യനെ ആരാണോ ഈ പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി നടത്തിയത് ആ മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലണം എന്ന് പറഞ്ഞു അലി റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ നോക്കി നിന്നു അലി തങ്ങളുടെ ഈ വിഷയം. ഫഅഖറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാദൽ ഖളാ, ഈ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു മൃഗല്ലേ, അതെന്ത് ചെയ്യാനാ, നമ്മൾ അറിഞ്ഞിട്ടില്ലല്ലോ. കാരണം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ചെയ്തതാ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് ബോധ്യത്തോടെ ചെയ്തതാ. അതിൻ്റെ ഉള്ളിൽ മൃഗമുണ്ട്, നിങ്ങൾക്കറിയാം. ഇങ്ങനെയൊക്കെ തമാശ കളിക്കാൻ പറ്റുമോ? ഒരു മനുഷ്യന്റെ ജീവനെ കൊണ്ട് തമാശ കളിക്കുകയാണോ? ആ മനുഷ്യനെ സിംഹം പിടിച്ചു നിന്നില്ലയോ? അതിന് കാരണക്കാർ ആരൊക്കെയാണോ ഈ തമാശ കളിച്ചത്? മുഴുവൻ ആളുകളെയും തിരിച്ചു കൊല്ലാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. ആ വിധിയെ നബി തങ്ങൾ അംഗീകരിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് അസ്ഹാബു സബിയ്യ എന്ന് പറയും. ആ അസ്ഹാബു സബിയ്യത്തിന് മുഴുവനും തിരിച്ചു കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. കൊന്നത് മനുഷ്യനല്ല, കൊന്നത് മൃഗമാണ്. പക്ഷേ ആ മൃഗത്തെ കെണിവെച്ച് ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടാൻ ആരൊക്കെ കാരണമായോ അവർക്ക് ഇതിൽ പ്രതികളാണെന്ന് അലി റളിയല്ലാഹു അൻഹു വിധി പറഞ്ഞു. അതാണ് അലി റളിയല്ലാഹു അൻഹു. ഉമർ തങ്ങൾ ദുആ ചെയ്തിട്ടുണ്ട്, റബ്ബേ സങ്കീർണമായ അഊദു ബില്ലാഹി, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ് റബ്ബേ, പടച്ചവനെ ഒരു വിഷയം വരുമ്പോൾ സങ്കീർണമായ അൽ മുഅദിലാത്ത്, ഉമർ തങ്ങൾ ഉപയോഗിച്ച വാക്കതാണ്. മുഅദിലാത്തായ പ്രയാസമുള്ള വിഷയങ്ങൾ വരുമ്പോൾ എൻ്റെ കൂടെ അലി റളിയല്ലാഹു അൻഹു ഇല്ലെങ്കിൽ പടച്ചവനെ അത്തരം ഒരു വിഷയവും എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരരുതേ, അലിയാരില്ലാതെ എനിക്കതിന് വിധി പറയാൻ പ്രയാസമാകും എന്ന് വരെ ഉമർ റളിയല്ലാഹു അൻഹു ദുആ ചെയ്തിട്ടുണ്ട്. അത്രമേൽ ബുദ്ധികൂർമ്മതയുള്ള മഹാനാണ്. ഹബീബിൻ്റെ പുതിയാപ്പിളയായിരുന്ന ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവായിരുന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. പുണ്യനബി തങ്ങൾ സ്വഹാബിമാരെ കൊണ്ട് ഇങ്ങനെ വിധി അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് അങ്ങനെ വിധി പറഞ്ഞിട്ടുണ്ട് ഒരു വിഷയത്തിൽ. അംർ ഇബ്നുൽ ആസ് തങ്ങൾ പറഞ്ഞു, നബിയേ കൈഫ അഖ്ദീ ബൈന യദൈക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അങ്ങ് ജീവിച്ചിരിക്കെ അങ്ങയുടെ കൺമുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ വിധി പറയുകയോ? തങ്ങൾ പറഞ്ഞു, ഇൻ അസബതൽ ഹഖ അഖറർതുക, അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ എന്തിനെ പേടിക്കണം? നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിച്ചു തരും. വഇല്ലം തുസിബ്ഹു റദത്തു അലൈക, ആ വിധിന്യായം ശരിയല്ലെങ്കിൽ ഞാനത് തിരുത്തും. അംർ ഇബ്നുൽ ആസ്, നിങ്ങൾ പേടിക്കേണ്ട, വിധി പറഞ്ഞോളൂ എന്ന് ധൈര്യം കൊടുത്ത് ആഫ്രിക്കയിലേക്ക് ഇസ്ലാമിൻ്റെ പതാകയുമായി കടന്നു വന്ന, ആഫ്രിക്കയിൽ അല്ലാഹുവിന് സുജൂദ് ചെയ്യാൻ ആദ്യത്തെ മസ്ജിദ് ഉണ്ടാക്കിയ മദീനത്തുൽ ഫുസ്താത്ത് എന്ന് പറയുന്ന ഇന്ന് കൈറോ നഗരത്തിൻ്റെ മധ്യത്തിൽ കിടക്കുന്ന മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മഹാന്മാർ ദർസ് നടത്തിയിട്ടുള്ള പ്രശസ്തമായ പള്ളിയുണ്ട്, മസ്ജിദ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. അത് പുതുക്കി പണിതിട്ടുണ്ട്. നാല് മിമ്പറുണ്ട് ആ പള്ളീൻ്റെ ഉള്ളിൽ. ഒന്നിപ്പോൾ കാണുന്നില്ല, 3 ഇപ്പോഴും ഉണ്ട്. ആ 4 മിമ്പർ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് പുതുക്കി പണിതപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാനൊരു 2 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയേണ്ടത്. ആ 4 മിമ്പറിൽ ഓരോ മദ്ഹബ് അനുസരിച്ച് ജുമുഅ നടന്നിരുന്നു. ആ പള്ളിയിൽ ഇമാം ഷാഫിഈ തങ്ങൾ പിന്നെ ദർസ് നടത്തിയിരുന്ന ഒരു സാരിയയുണ്ട്, ഒരു തൂണുണ്ട്. ആ തൂൺ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ഷാഫിഈ തങ്ങൾ അവിടെ ഇരുന്നു കൊണ്ടാണ് ദർസ് നടത്തിയിരുന്നത്. ആ പള്ളി നിർമ്മിച്ചത് ആരാന്നറിയോ? ഈ സ്വഹാബിയാണ് അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മസ്ജിദ് അംർ ഇബ്നുൽ ആസ്. ആ നാടിനെയാണ് മദീനത്തുൽ ഫുസ്താ. അതിന് ചുറ്റും ഖബറുകളാണ്. ഒരുപാട് മഹാന്മാർ, ആയിരക്കണക്കിന് മഹാന്മാർ അന്ത്യവിഷമം കൊള്ളുന്ന ഖബറിസ്ഥാൻ കൈറോ നഗരത്തിൻ്റെ മധ്യത്തിലാണ്. ഇപ്പോൾ കുറേ ഖബറിസ്ഥാനിലൂടെ കുറേ പുതിയ പാലങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കുറേ ബ്രിഡ്ജുകളൊക്കെ ഖബറിൻ്റെ മുകളിലൂടെയൊക്കെ വന്നിട്ടുണ്ട്. വലിയ ഖബറിസ്ഥാനാണ്. ഇമാം ഷാഫിഈ തങ്ങളൊക്കെ കിടക്കുന്നതിൻ്റെ ഒരു പരിസരത്താണ്. അവിടെയാണ് ഇബ്നു ദഖീഖിൽ ഈദ് റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ഇബ്നുൽ ഹജർ അൽ അസ്ഖലാനി തങ്ങൾ അവിടെ ഉണ്ട്. ഒരുപാട് മഹാന്മാരുണ്ട്, ഒരുപാട് പ്രഗത്ഭരായ ആളുകൾ കിടക്കുന്ന വലിയൊരു പ്രദേശമാണ് കൈറോയുടെ നഗരഭാഗം, അതിൻ്റെ ഹൃദയഭാഗം.
അവിടെയാണ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മസ്ജിദ് ഉള്ളത്. മസ്ജിദ് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇരിക്കട്ടെ. മഹാനായ അംർ ബിൻ ആസ് തങ്ങളോട് തങ്ങൾ പറയാ, അംർ ബിൻ ആസ് തങ്ങളോട്, അംർ ബിൻ ആസ് നിങ്ങളാണ് ഈ വിഷയത്തിൽ വിധി പറയേണ്ടത് എന്നൊരു വിഷയം വന്നപ്പോൾ നബി തങ്ങളോട് അംർ ബിൻ ആസ് എന്ന് പറ, ഹബീബേ കൈഫ അഖ്ദി ബൈന യദൈക യാ റസൂലല്ലാഹ്, അങ്ങ് എൻ്റെ മുമ്പിലുണ്ടായിരിക്കെ ഞാൻ വിധി പറയുകയോ? നോക്കണം, ഹബീബാ നബി തങ്ങൾ അവിടുത്തെ അസ്ഹാബുകളെ, അനുചരന്മാർക്ക് ട്രെയിനിങ് കൊടുക്കുകയാണ്, പഠിപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഇൻ അസബ്ത ഹഖൻ അഖറർതുഹു അലൈക്, നിങ്ങൾ പറയുന്ന ന്യായം സത്യമാണെങ്കിൽ ഞാനത് അംഗീകരിക്കും, അന്യായമാണോ ഞാനത് തള്ളിക്കളയും. അതുകൊണ്ട് നീ പേടിക്കേണ്ട അംർ ബിൻ ആസേ, നിങ്ങൾ പറഞ്ഞോളൂ എന്ന് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുകൊണ്ട് അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് വിധി പറയിപ്പിച്ചിട്ടുണ്ട്. അൽ ഖുദാതു സലാസ, 3 തരത്തിൽ വിധി പറയുന്ന ആളുകൾ 3 വിഭാഗമാണ്. ഖാദിയാനി ഫിന്നാരി വഖാദിൻ ഫിൽ ജന്നഹ, അതിൽ 2 പേര് നരകത്തിലാണ്, ഒരാൾ സ്വർഗത്തിലാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞു. ആ ഖാദിമാരിൽ നരകത്തിലേക്ക് പോകുന്ന ഖാദി എന്ന് പറയുന്നത് ഖാദിൻ ജഹില ഫഖദാ അലാ ജഹലിൻ ഫഹുവ ഫിന്നാർ, കേസ് പഠിക്കാതെ വിധി പറഞ്ഞു, അറിവില്ലാതെ വിധി പറഞ്ഞു, കാര്യങ്ങൾ ബോധിക്കാതെ വിധി പറഞ്ഞു, അയാൾ നരകത്തിലാണ്. വഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖാലഫഹു ഫഖദാ ബിഖിലാഫിൽ ഹഖ്ഖി ഫഹുവ ഫിന്നാർ, ഇത് സത്യം ഇതിനെതിരാണെന്ന് ഖാദിക്ക് ജഡ്ജിന് 100% ബോധ്യമുണ്ട്. കൈക്കൂലി വാങ്ങിച്ചിട്ടോ പാരിതോഷികങ്ങൾ കൈപ്പറ്റിയിട്ടോ സ്വാധീനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക്, പ്രകോപനങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടോ ന്യായവും സത്യവും ബോധ്യപ്പെട്ടിട്ടും അതിനനുകൂലമായി വിധി പറയാതെ സത്യത്തെ മൂടിവെച്ചിട്ടുള്ള ഖാദിമാർ, അത്തരം ജഡ്ജിമാരും വിധി പറയുന്നവരും നരകത്തിലാണ്. ഖാദിൻ അറഫൽ ഹഖ്ഖ ഫഖദാ ബിഹി ഫഹുവ ഫിൽ ജന്നഹ, ന്യായം മനസ്സിലാക്കുകയും മനുഷ്യരുടെ വാക്കുകളും സംഭവങ്ങളും വിഷയങ്ങൾ പഠിച്ചതിന് ശേഷം അവിടെ ന്യായമെന്ത് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം അതിൽ ന്യായം കൊണ്ട് വിധി പറയുന്ന ആളുകൾ, അവർ മാത്രമേ സ്വർഗത്തിലുള്ളൂ. ആ വിഭാഗം ഒന്നേ ഉണ്ടാകൂ. നേരത്തെ പറഞ്ഞ 2 നരകത്തിലാണ്, ഒരാൾ മാത്രമാണ് സ്വർഗത്തിലുള്ളത്. മൻ വലിയൽ ഖളാ ഫഖദ് ദബഹ ബിഗൈരി സിക്കീൻ, അതുകൊണ്ട് നബി തങ്ങൾ പറയുമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, അധികാരം ഒരാൾ ഏറ്റെടുക്കുമ്പോൾ കത്തിയില്ലാതെ അയാൾ മുറിക്കുകയാണ്. അധികാരം എന്ന് പറയുന്ന വിഷയമാണ്, അത് ലഹരിയായിരിക്കാം, പക്ഷെ അള്ളാഹുവിൻ്റെ മുമ്പിൽ അതൊരു വലിയൊരു ഉത്തരവാദിത്തമാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിധിന്യായത്തെക്കുറിച്ച് പറഞ്ഞ വിഷയം പറയുന്നുണ്ട്. ഇന്നമാ അന ബശറും മിഥ്ലുക്കും വ അൻതും തഖ്തസിമൂന ഇലയ്യ, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്, ഞാനൊരു മനുഷ്യനാണ്. നിങ്ങൾ എന്നോട് പ്രശ്നങ്ങൾ വന്ന് പറയുമ്പോൾ ലഅല്ല ബഅദകും അൻ യകൂന അൽഹന ബിഹുജ്ജതിഹി മിൻ ബഅദ്, ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ പറഞ്ഞ് സമർത്ഥിക്കാൻ കഴിയും, ചിലർക്ക് കരയാൻ കഴിയും, ചിലർക്ക് നാടകം കളിക്കാൻ അറിയും. ചില ആളുകൾ അങ്ങനെ എൻ്റെ മുമ്പിൽ വന്ന് പറയുകയും ഫഅഖ്ദീ ലഹു അലാ നഹ്വി മാ അസ്മഅ, ഞാൻ കേട്ടതിനനുസരിച്ച്, എൻ്റെ മുമ്പിൽ പറഞ്ഞതിനനുസരിച്ച് ഞാൻ അവർക്ക് അനുകൂലമായി വിധി പറയുകയും ചെയ്താൽ ഫഇന്നമാ അഖ്തതിഉ ലഹു ജംറൻ മിനന്നാർ, നരകത്തിൻ്റെ ഒരു തീ കഷ്ണമാണ് ഞാൻ അവർക്ക് വിധിച്ചു കൊടുക്കുന്നത് എന്ന് ഓർമ്മ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് സാക്ഷി പറയുന്നത് അന്യായമായിട്ട് നുണയായി കോടതിയുടെ മുമ്പിൽ സാക്ഷി പറയുന്ന ആളുകളൊന്ന് ശ്രദ്ധിക്കണേ. വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരിക്കുകയും എന്നിട്ട് ഒരുപാട് നേരം അലാ വഖൗലസ്സൂർ, കാണാത്ത കാര്യത്തെക്കുറിച്ച് ഞാനിതിന് സാക്ഷിയാണ് എന്ന് ഒരു കോടതിക്ക് മുമ്പിലോ ഒരു സംഘമാളിൻ്റെ മുമ്പിലോ മസ്ലഹത്ത് നടത്തുന്ന ആളുകളുടെ മുമ്പിലോ വന്ന് നുണയായി സാക്ഷി പറയുന്ന ആളുകളെ പേടിക്കണേ. അലാ വഖൗലസ്സൂർ, നുണ പറഞ്ഞുകൊണ്ട് സത്യം ചെയ്യുന്നതും വൻപാപങ്ങളിൽ വൻപാപമാണ് എന്ന് തങ്ങൾ നിർത്താതെ പറഞ്ഞപ്പോൾ
സ്വഹാബിമാര് പറഞ്ഞത്രേ, ലൈതഹു സകത്, ഹബീബായ നബി തങ്ങളൊന്ന് നിർത്തിയാൽ മതിയായിരുന്നു, നബി തങ്ങളൊന്ന് നിർത്തിയാൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുവോളം. അലാ വഖൗല അസ്സൂർ, അലാ വഖൗല അസ്സൂർ, അലാ വഖൗല അസ്സൂർ. കാണാത്ത കാര്യം ഞാനതിന് സാക്ഷിയാണെന്ന് പറയുന്നത്. ചെയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, നീ അത് പറഞ്ഞിട്ടുണ്ട്, പറയാത്തതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും അതിന് താൻ സാക്ഷിയാണെന്ന് പറയുകയും ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഖൗലുസ്സൂർ. ഇതൊക്കെ വലിയ വിഷയമാണോ ഇന്നത്തെ നാട്ടില്? ഇതൊക്കെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എന്തിനാ തൊട്ടതിനും പിടിച്ചതിനൊക്കെ കേസാണ്. കോടതിയിൽ പോവുക, പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക, കുടുംബ കോടതിയിൽ, നാട്ടുകോടതിയിൽ മുഴുവൻ കേസുകളാണ്. അതിൽ പലതും പച്ചനുണകൾ. ന്യായമുണ്ടായിട്ടാണോ? അലാ ഉഖ്ബിറുകും ബി അക്ബരിൽ കബായിർ. 3 തവണ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഖാലൂ ബലാ യാ റസൂലല്ലാഹ്. നബിയേ, വൻപാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായ പാപങ്ങൾ അതങ്ങ് പറഞ്ഞു തരുമ്പോഴല്ലയോ ഞങ്ങൾക്കത് ശ്രദ്ധിക്കാൻ കഴിയൂ, ഞങ്ങൾക്കത് ചെയ്യാതിരിക്കാൻ പറ്റൂ? പറഞ്ഞു തരൂ നബിയെ. ഖാല അശ്ശിർക്കു ബില്ലാഹ്.